എനിക്ക് അപ്പൻ എന്ന് പറയുന്ന സിനിമ ഓക്കെ ഇപ്പോൾ വരുന്ന സിനിമകളിലേക്ക് ഒരു റീ എൻട്രി എന്നുള്ള രീതിയിൽ എനിക്ക് വന്നിട്ടുണ്ട്. കാരണം അതൊരു ഒരു ന്യൂജൻ ടൈപ്പ് ഒരു ഡിറക്ഷൻ എന്നൊക്കെ പറയുന്ന ഒരു കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്ന ഒരു സിനിമയാണ് അപ്പൻ. അനന്യയുടെ കഥാപാത്രം ഇപ്പൊ നേരത്തെ പറഞ്ഞു, ഒരു കഥാപാത്രത്തിൽ നിന്ന് മറ്റൊരു കഥാപാത്രത്തിലേക്ക് വരുമ്പോൾ ഈ സമയം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. അപ്പനിൽ വന്നപ്പം അതിലെ കഥാപാത്രവും ഒരു മലയോര കർഷക കുടുംബത്തിലെ അതിലേക്ക് വന്നു ചേരുന്ന ഭാര്യയുടെ വേഷമാണ്. അവിടെ കുറച്ചുകൂടി ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു ഫാമിലിയാണെന്ന് തോന്നുന്നു. അതിന് വ്യത്യാസം ഉണ്ടായിരിക്കും. അതിൽ നിന്ന് സ്വർഗത്തിലേക്ക് എത്തുമ്പം ആ കഥാപാത്രത്തിന് വിട്ട് ഇതിലേക്ക് വരാൻ സമയം എടുത്തിട്ടുണ്ടായിരുന്നോ? എനിക്ക് അപ്പൻ എന്ന് പറയുന്ന സിനിമ ഓക്കെ ഇപ്പോൾ വരുന്ന സിനിമകളിലേക്ക് ഒരു റീ എൻട്രി എന്നുള്ള രീതിയിൽ എനിക്ക് വന്നിട്ടുണ്ട്. കാരണം അതൊരു ഒരു ന്യൂജൻ ടൈപ്പ് ഒരു ഡിറക്ഷൻ എന്നൊക്കെ പറയുന്ന ഒരു കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്ന ഒരു സിനിമയാണ് അപ്പൻ. അത് ലൈവായിരുന്നു, അത് എക്സ്പോർട്ട് ഡബിങ് ആയിരുന്നു. അപ്പം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഈ ഒരു സിനിമയിലേക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള സിനിമകളിൽ നമുക്ക് ചിലപ്പോൾ ഭയങ്കര നമ്മൾ അഭിനയമായിട്ട് തന്നെ തോന്നും, അഭിനയിക്കുന്ന പോലെ തോന്നും. പക്ഷെ ഇപ്പോഴത്തെ സിനിമകളിൽ നമ്മൾ വളരെ നാച്ചുറലായിട്ട് അഭിനയിക്കേണ്ട സാഹചര്യമാണ്. ഇപ്പം എനിക്കങ്ങനെയാണ് കേട്ടോ. കാരണം വളരെ കുറച്ച് സിനിമകളാണ് വളരെ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് മലയാളത്തിൽ. അപ്പോൾ എനിക്കങ്ങനെ ഒരു ഭയങ്കര ടൈമൊന്നും എടുത്തിട്ട് എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. ഈ ഒരു കഥ അല്ലെങ്കിൽ ഈ കഥാപാത്രം രജീഷ് ചേട്ടൻ വന്ന് പറഞ്ഞപ്പോഴും എവിടേക്കോ മുന്നേ ഒരു നാട്ടിൻപുറത്തിൻ്റെ ഒരു കുറേ കഥാപാത്രങ്ങൾ ചെയ്തതിൻ്റെ ഒരു കോൺഫിഡൻസ് എനിക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ഒരു വിശ്വാസത്തിലാണ്. അപ്പോൾ ചേട്ടൻ എൻ്റെ അടുത്ത് റെഫറൻസ് ഒക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് പറ്റുമെന്നുള്ളത് അറിയില്ല, ശ്രമിക്കാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇല്ല, പറ്റും എനിക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് നമുക്ക് ഒരു കഥാപാത്രത്തിനെ നമുക്ക് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഞാൻ തന്നെത്താനെ വിചാരിച്ചാൽ എനിക്ക് ഒരു കഥാപാത്രത്തിനെ അതിൻ്റെ ബ്യൂട്ടിയിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല. ഓരോരുത്തരും അതിൽ അഭിനയിക്കുന്ന ഓരോ കഥാപാത്രങ്ങളും നമുക്ക് തരുന്ന കോൺട്രിബ്യൂഷൻസ് ആയിരിക്കും. അല്ലെങ്കിൽ അവിടെ ഒരു കോമ്പറ്റീഷൻ, നമ്മൾ ഒരു ചെറിയൊരു കോമ്പറ്റീഷൻ സ്പിരിറ്റോട് കൂടി കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അഭിനയിക്കാനും അതിൻ്റെ ഒരു രസത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുള്ളൂ. അത് മാത്രമേ എനിക്ക് എടുത്തിട്ടുള്ളൊരു ടൈമുള്ളൂ. അല്ലാതെ അപ്പനിലെയും ഈ സ്വർഗത്തിലെയും കഥാപാത്രങ്ങൾ തമ്മിൽ ഭയങ്കര ഡിഫറെൻ്റാണ്. ഇതൊരു നേഴ്സാണ്, അതിൽ അങ്ങനെയൊന്നും അല്ല. ഇതിൻ്റെ ടോട്ടൽ അറ്റ്മോസ്ഫിയറേ മാറ്റമുണ്ട്. വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് സ്വർഗത്തിലെ ഈ ഒരു. അപ്പൻ്റെ ബാക്ക്ഗ്രൗണ്ട്, സിനിമയുടെ ഐ മീൻ ആ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് തന്നെ വേറൊരു ടെറിഫിക് ഒരു ഹൊറിബിൾ അങ്ങനെയല്ലല്ലോ. ഇല്ല, അതിലെനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ലൗഡർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ലോകത്തിനെ കണ്ടിട്ടുള്ളൊരു എൻ്റെ ക്യാരക്ടറാണ്. കാരണം ഞാനാണ് വെളിയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് വന്നത്. ഇതങ്ങനെയല്ല. ഇത് വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഫാമിലിയിലേക്ക് കല്യാണം കഴിച്ച് വന്നിരിക്കുന്ന ഒരു സാധാരണ ഒരു നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് കല്യാണം കഴിച്ച് വന്നിരിക്കുന്ന ഒരു പെൺകുട്ടി. അവള് വളരെ സന്തോഷത്തോടു കൂടിയാണ് അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നതും അവിടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും. ഭർത്താവിനെയും മക്കളെയും മദർ ഇൻ ലോ ആയിട്ട് എല്ലാവരുമായിട്ടും വളരെ ഓപ്പണായിട്ട് സന്തോഷമായിട്ട് നിൽക്കുന്നു. ഇവിടെ ഇപ്പുറത്തെ അടുത്ത വീട്ടിലെ അനിയമ്മയും വക്കച്ചനും ഉള്ള ഫാമിലി ആണെങ്കിലും അതെ കൊക്കച്ചൻ എന്ത് അന്ന് പറഞ്ഞില്ലേ, ഡയലോഗ് പറഞ്ഞപ്പോ മാറിപ്പോയിട്ട് എന്താ പറഞ്ഞ എന്തോ ഒരു അങ്ങനെ എന്തോ പറഞ്ഞു, അനിയമ്മയും കൊക്കച്ചനും എന്തോ. അപ്പോൾ അവരുടെ ഫാമിലിയും നമ്മൾ നമ്മുടെ ഫാമിലി ആയിട്ട് തന്നെ കാണുന്നു. അത് ഈ നാട്ടിൻപുറത്തൊക്കെ അങ്ങനെയല്ലേ? കാരണം വച്ചക്കനും അനിയമ്മയും. അപ്പോൾ
എൻ്റെയൊക്കെ വീട് പെരുമ്പാവൂരാ. അപ്പൊ അതിൻ്റെയൊക്കെ പരിസര പ്രദേശത്തെ വീടുകളിൽ അപ്പുറത്തെ വീട്ടിൽ എന്ത് നടന്നാലും പെട്ടെന്ന് തന്നെ ഇവിടെ അറിയും. മതിലുകളില്ല, ചെറിയ ചെറിയ തിണ്ണങ്ങളായിരിക്കും ഈ സെപ്പറേഷൻ നടത്തുന്ന അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു സിനിമയിൽ അവര് കുറച്ചും കൂടെ ഒരു ഹയർ റിച്ചർ ഫാമിലിയാണ്. നമ്മൾ സാധാരണ ഈ പറഞ്ഞ പോലെ അജു ചേട്ടൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു പലചരക്കടക്കാരൻ. അവര് ആ ഒരു അടുപ്പം അവരോടുമുണ്ട്. ഈ റിച്ചർ ഫാമിലി എന്നുള്ളതൊന്നല്ല, അവരുടെ കുടുംബം പോലെ കണ്ട് നിൽക്കുന്ന ഒരു കഥാപാത്രം.